വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കേസുകൾക്ക് ചിലവായ തുക സർവകലാശാലകൾ നൽകണമെന്ന് രാജ്ഭവൻ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് രാജ്ഭവൻ കത്തയച്ചു. 2 സർവകലാശാലകളും 5.5 ലക്ഷം രൂപ വീതം നൽകണം. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഈ കേസ് നടത്താനുള്ള വക്കീൽ ഫീസ് സർവകലാശാലകൾ തന്നെ നൽകണം എന്നുള്ള ഒരു നീക്കമാണല്ലോ ഇപ്പോൾ വരുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 24-ന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണല്ലോ ഇത്. ക്രിസ്റ്റീന, സർവകലാശാലകൾക്കെതിരെ പ്രത്യേകിച്ച് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സുപ്രീം കോടതിയിലാണ് ഗവർണർ പോയത് സർക്കാരിനെതിരെയായിരുന്നു. പക്ഷേ സർക്കാരിനെതിരെ കേസ് നടത്താൻ ഇപ്പോൾ ആ കേസ് നടത്തിയതിന്റെ ചെലവ് സർവകലാശാലകൾ നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഗവർണർ മുന്നോട്ട് വെക്കുന്നത്. ഈ കേസ് സുപ്രീം കോടതിയിൽ നടത്താൻ അറ്റോർണി ജനറൽ അടക്കം 11 ലക്ഷം രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ നൽകി. അതുകൊണ്ട് തന്നെ പകുതി തുക ഡിജിറ്റൽ സർവകലാശാലയും പകുതി തുക സാങ്കേതിക സർവകലാശാലയും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. 5.5 ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാല, 5.5 ലക്ഷം രൂപ ഡിജിറ്റൽ സർവകലാശാല എന്നിവർ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണ സർവകലാശാലയുടെ ഫണ്ട് എന്ന് പറയുന്നത് സർവകലാശാലയിലെ ഗവേഷണ ആവശ്യങ്ങൾക്കും ഒപ്പം സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ജീവനക്കാരുടെ ശമ്പളത്തിന് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൂടാതെ ഈ ഫണ്ട് അനുവദിക്കുന്നത് തന്നെ UGC ഫണ്ടിൽ നിന്നും ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുമാണ് അനുവദിക്കുന്നത്. എന്നാൽ മുൻപും സമാനമായ വിവിധ കേസുകൾ ഈ സർവകലാശാല വിഷയത്തിൽ ഗവർണർമാർ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്തരമൊരു ആവശ്യം രാജ്ഭവനോ ഗവർണറോ മുന്നോട്ട് വെച്ചിട്ടില്ല. എന്തായാലും ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാലയിൽ തീരുമാനമെടുക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിൽ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എതിർക്കുമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഡിജിറ്റൽ സർവകലാശാലയിൽ ഗവേണിംഗ് ബോഡിയാണ് ഈ ഭരണസമിതി. സ്വാഭാവികമായി സിസ തോമസ്, ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക BCA സിസ തോമസ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്താൽ ഗവേണിംഗ് ബോഡിയിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പാണ്. എന്തായാലും സർക്കാരിനെതിരെ കേസ് നടത്താൻ സർവകലാശാലകൾ പണം നൽകണമെന്നുള്ള വിചിത്ര ആവശ്യമാണ് ഇപ്പോൾ രാജ്ഭവൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.